തട്ടിപ്പ് കേന്ദ്രത്തിന്റെ ഓഫീസായി പ്രവർത്തിച്ച മലപ്പുറം ജില്ലാ പഞ്ചായത്ത് കാര്യാലയത്തിലേക്ക് പ്രതിഷേധ മാർച്ച് നടത്തുമെന്ന് ഡിവൈഎഫ്ഐ. നിക്ഷേപകർ പണം കൈമാറിയത് ജില്ലാ പഞ്ചായത്ത് ഓഫീസിൽ വെച്ചും ഫ്രണ്ട് ഓഫീസിൽ വെച്ചുമാണെന്ന് പരാതിക്കാർ ജില്ലാ പോലീസ് മേധാവിക്ക് നൽകിയ പരാതിയിൽ പറയുന്നുണ്ട്. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ്, വൈസ് പ്രസിഡന്റ് ഉൾപ്പെടെയുള്ളവരുടെ അറിവോടുകൂടിയാണ് പണം കൈമാറിയതെന്ന പരാതി അതീവ ഗൗരവമുള്ളതാണ്. ഭരണസമിതി നേതൃത്വത്തിൽ തന്നെ നടന്ന ഒരു സാമ്പത്തിക തട്ടിപ്പിൽ ഒരു ജില്ലാ പഞ്ചായത്ത് അംഗത്തിനെതിരായി മാത്രം മുസ്ലിം ലീഗ് സംഘടനാ നടപടിയെടുത്ത് പ്രശ്നം ലഘൂകരിക്കാനാണ് ശ്രമിക്കുന്നതെന്നും ഡിവൈഎഫ്ഐ ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ ആരോപിച്ചു. ഒരാൾക്ക് മാത്രം പങ്കുള്ള ഒന്നല്ല ബിനാമി കമ്പനി രൂപീകരിച്ചുള്ള കോടികളുടെ തട്ടിപ്പ്. ജില്ലാ പഞ്ചായത്തിലെയും മുസ്ലിം ലീഗിലെയും ഉന്നതർക്ക് തട്ടിപ്പിൽ പങ്കുണ്ട്. മുസ്ലിം ലീഗ് നേതൃത്വത്തിന് നേരിട്ട് പങ്കുള്ള സാമ്പത്തിക തട്ടിപ്പായതിനാൽ ഇത് ജില്ലയിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്ന ഒന്നല്ല. കഴിഞ്ഞ വർഷങ്ങളിലെല്ലാം നടന്ന ഓഡിറ്റ് റിപ്പോർട്ടുകളിൽ കോടിക്കണക്കിന് രൂപയുടെ ക്രമക്കേടുകളാണ് അക്രഡിറ്റഡ് ഏജൻസികൾക്ക് വർക്ക് നൽകുന്നതുമായി ബന്ധപ്പെട്ട് ഉയർന്നത്. ലീഗ് നേതാക്കൾ ബിനാമി പേരിലാണ് കരാറുകൾ സ്വന്തമാക്കുന്നത്. ലാഭവിഹിതം ലീഗ് നേതാക്കളും ഇടനിലക്കാരുമടങ്ങുന്ന കൊള്ളസംഘം വീതം വെച്ചെടുക്കുകയാണ്. ജില്ലാ പഞ്ചായത്തിലെ എഞ്ചിനീയറിംഗ് വിഭാഗത്തെ നോക്കുകുത്തിയാക്കിയാണ് ഈ കൊള്ള. സർക്കാർ പണം കൊള്ളയടിക്കാൻ ഒരു ഭരണസമിതി തന്നെ നേതൃത്വം നൽകുന്ന ഞെട്ടിപ്പിക്കുന്ന വിവരങ്ങളാണ് പുറത്തുവരുന്നത്. തട്ടിപ്പിൽ പണം നഷ്ടപ്പെട്ടവരെല്ലാം ലീഗ് പ്രാദേശിക നേതാക്കളും അനുഭാവികളുമാണ്. ഇതിനെ രാഷ്ട്രീയ ആരോപണമായി കാണാനാകില്ല. പരാതി നൽകാൻ തയ്യാറായവരെ ഭീഷണിപ്പെടുത്തി പിന്തിരിപ്പിക്കുന്ന സമീപനമാണ് ലീഗ് നേതൃത്വം സ്വീകരിക്കുന്നത്. ഇത് ഉന്നത ലീഗ് നേതാക്കളുടെ പങ്ക് പുറത്തുവരാതിരിക്കാനുള്ള നീക്കത്തിന്റെ ഭാഗമാണ്. അഴിമതിയുടെ വിളനിലമായി ജില്ലാ പഞ്ചായത്ത് മാറിയിരിക്കുകയാണ്. ഒരു പഞ്ചായത്ത് അംഗത്തിനെതിരെ മാത്രം സംഘടനാ നടപടിയെടുത്ത തട്ടിപ്പുകാരെ സംരക്ഷിക്കുന്ന മുസ്ലിം ലീഗിനും കൊള്ളസംഘമായി മാറിയ ജില്ലാ പഞ്ചായത്തിനുമെതിരായി അതിശക്തമായ പ്രക്ഷോഭം വരും ദിവസങ്ങളിൽ ഡിവൈഎഫ്ഐ ഉയർത്തുമെന്നും ഭാരവാഹികൾ പറഞ്ഞു. ഈ വിഷയം ഉന്നയിച്ച് കഴിഞ്ഞ ദിവസം ഡിവൈഎഫ്ഐ ജില്ലാ പഞ്ചായത്ത് ഭരണസമിതി യോഗം ഉപരോധിച്ചിരുന്നു. ജില്ലയിലെ 18 ബ്ലോക്ക് കേന്ദ്രങ്ങളിലും പ്രകടനങ്ങൾ സംഘടിപ്പിച്ചു. ഓഗസ്റ്റ് 1 രാവിലെ 10 മണിക്ക് നടക്കുന്ന ജില്ലാ പഞ്ചായത്ത് ഓഫീസ് മാർച്ച് അതിശക്തമായ യുവജന പ്രതിഷേധമായി മാറുമെന്നും ഭാരവാഹികൾ പറഞ്ഞു. മലപ്പുറം ജില്ലാ പഞ്ചായത്തുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്ന ഈ സാമ്പത്തിക കൊള്ള അത് വസ്തുതയാണെന്നും അതിനകത്ത് കഴമ്പുണ്ട് എന്ന് ലീഗിന് തന്നെ സമ്മതിക്കേണ്ടി വന്നിരിക്കുകയാണ്. എന്നാൽ അതിൻ്റെ ആരൊക്കെയാണ് ഈ തട്ടിപ്പിന് നേതൃത്വം നൽകുന്നതിന് കൂട്ടുകൂടിയിട്ടുള്ളത്, അതിൻ്റെ കൂടെയുള്ളവർ ആരൊക്കെയാണ് എന്നതിനെ സംബന്ധിച്ച് വരും ദിവസങ്ങളിൽ കൂടുതൽ വിവരങ്ങൾ പുറത്തു വരും. ഇപ്പോൾ പുറത്തു വന്ന വിവരപ്രകാരം ജില്ലാ പഞ്ചായത്തിൻ്റെ ഭരണസമിതി തന്നെ അറിഞ്ഞുകൊണ്ടുള്ളൊരു തട്ടിപ്പാണ് ജില്ലാ പഞ്ചായത്തിൽ നടന്നിട്ടുള്ളത് എന്നതാണ് ഇപ്പോൾ പുറത്തു വന്നിട്ടുള്ളത്. ഈ തട്ടിപ്പ് യഥാർത്ഥത്തിൽ എങ്ങനെയാണ് ഒരു സർക്കാർ ഫണ്ട് സ്വന്തം കീശയിലാക്കുക എന്നതിനെ സംബന്ധിക്കുന്ന ഒരു ഗവേഷണം നടന്ന ഒരു ഗവേഷണശാലയായി, ഗവേഷണ കേന്ദ്രമായി നമ്മുടെ മലപ്പുറം ജില്ലാ പഞ്ചായത്ത് മാറിയിരിക്കുകയാണ്. സർക്കാരിൻ്റെ ഫണ്ട് സ്വന്തം കീശയിലാക്കുന്നത് എങ്ങനെയെന്ന ഗവേഷണം നടത്തുന്ന ഗവേഷണശാലയായാണ് ഇപ്പോൾ നമ്മുടെ മലപ്പുറം ജില്ലാ പഞ്ചായത്ത് മാറിയിട്ടുള്ളത്. ജനങ്ങളുടെ കയ്യിൽ നിന്ന് പണം വാങ്ങി തട്ടിപ്പ് നടത്തിയത് മാത്രമല്ല, സർക്കാരിൻ്റെ പണം, പൊതുപണം, എൻ്റെയും നിങ്ങളുടെയൊക്കെ നികുതി പണം, ആ നികുതി പണമാണ് ഇവിടെ വെട്ടിപ്പ് നടത്തിയിട്ടുള്ളത്. ആ വെട്ടിപ്പ് നടത്തുന്നതിന് നേതൃത്വം നൽകിയ മുഴുവൻ ആളുകൾക്കെതിരായിട്ടുള്ള ശക്തമായ സമരമാണ് ഞങ്ങൾ ആരംഭിക്കുന്നത്. ഡിവൈഎഫ്ഐ ഈ വിഷയത്തിൽ ശക്തമായ സമരത്തിന്, പ്രക്ഷോഭത്തിന് തുടക്കം കുറിക്കുകയാണ്. കഴിഞ്ഞ ദിവസം ജില്ലാ പഞ്ചായത്ത് ബോർഡ് യോഗത്തിലേക്ക് ഒരു പ്രതിഷേധ സമരം, ആ ഉപരോധം നടത്തുന്ന സ്ഥിതിയുണ്ടായി. ബോർഡ് യോഗം ഉപരോധിക്കുന്ന സ്ഥിതിയുണ്ടായി. തുടർന്ന് ബ്ലോക്ക് കേന്ദ്രങ്ങളിൽ, ഡിവൈഎഫ്ഐയുടെ ബ്ലോക്ക് കേന്ദ്രങ്ങളിൽ പ്രതിഷേധ പരിപാടികൾ സംഘടിപ്പിച്ചു. ഇനി 1-ാം തീയതി ജില്ലാ പഞ്ചായത്തിലേക്ക് യുവജന പ്രതിഷേധ മാർച്ച് സംഘടിപ്പിക്കുകയാണ്. ഡിവൈഎഫ്ഐയുടെ പ്രതിഷേധ മാർച്ച് സംഘടിപ്പിക്കുകയാണ്. വാർത്താ സമ്മേളനത്തിൽ ഡിവൈഎഫ്ഐ ജില്ലാ സെക്രട്ടറി കെ ശ്യാംപ്രസാദ്, പ്രസിഡന്റ് പി ഷബീർ, CM സിബില എന്നിവർ പങ്കെടുത്തു. ഈസ്റ്റ് ലൈഫ്, മലപ്പുറം.